അമിതവണ്ണത്തിനെതിരായ പ്രചാരണത്തിന് മോഹൻലാലിനെ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോഹൻലാൽ, ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, വ്യവസായി ആനന്ദ് മഹീന്ദ്ര അടക്കം 10 പേരെയാണ് നിർദ്ദേശിച്ചത്. ഇവർ ഇനി 10 പേരെ നിർദ്ദേശിക്കും. അത്തരത്തിൽ കൂടുതൽ പേരെ പ്രചാരണത്തിന്റെ ഭാഗമാക്കും. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ, ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ഭാക്കർ, ഭാരോദ്വഹന താരം മീരാഭായ് ചാനു, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി, നടൻ ആർ മാധവൻ, ഗായിക ശ്രേയ ഘോഷാൽ, സുധാമൂർത്തി, ബിജെപി നേതാവ് ദിനേശ് ലാൽ യാദവ് എന്നിവരാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച മറ്റുള്ളവർ. കഴിഞ്ഞ വർഷങ്ങളിൽ അമിതവണ്ണമുള്ളവരുടെ എണ്ണം ഇരട്ടിയായെന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം 4 മടങ്ങായി വർദ്ധിച്ചത് ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി ഇന്നലത്തെ മൻ കി ബാത്തിൽ പറഞ്ഞു. ഇന്നലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രധാനമായും ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞത് അമിതവണ്ണം കുറയ്ക്കാനുള്ള നീക്കം രാജ്യത്ത് പ്രചാരണമായി തന്നെ നടക്കണം എന്നതാണ്. അതിന് ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം എന്നതാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ഒരു 10% ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള പ്രചാരണം രാജ്യത്ത് നടക്കണം, അത് കൈവരിക്കണം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇത് ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ് എന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്റെ ഈ പ്രചാരണം ഏറ്റെടുക്കാൻ 10 പേരെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. വ്യവസായിയായ ആനന്ദ് മഹീന്ദ്ര, നന്ദൻ നിലേഖാനി എന്നിവർ ഇതിലുണ്ട്. കായിക താരങ്ങളായ മനു ഭാക്കർ, അതുപോലെ മീരാഭായ് ചാനു എന്നിവർ ഈ പട്ടികയിൽ കാണാം. ഒമർ അബ്ദുള്ളയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മോഹൻലാൽ, ആർ മാധവൻ, അതുപോലെ ശ്രേയ ഘോഷാൽ എന്നിവരെ ഈ പട്ടികയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം സുധാമൂർത്തി, പാർലമെന്റ് അംഗമായിട്ടുള്ള സുധാമൂർത്തിയെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓരോരുത്തരും 10 പേരെ കൂടി നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അഭ്യർത്ഥനയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്.